നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അങ്ങനെ എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ചു വിശ്വസിക്കുന്നു. ഞാൻ നാട്ടിൽ പോയ വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു. ഇനി വിഷുവിന്റെ വ്ളോഗ് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷ് ആയിട്ടാണ്, അതായത് കബാബ്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കാറുണ്ട് കബാബിന്റെ റെസിപ്പി. അപ്പോൾ ശരി, ഇന്ന് പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്നിരിക്കുന്നത് ചിക്കൻ കബാബ് ആയിട്ടാണ് കേട്ടോ. പക്ഷേ സെയിം റെസിപ്പി തന്നെ നമുക്ക് മട്ടൻ വെച്ചിട്ടും അതുപോലെ തന്നെ ബീഫ് വെച്ചിട്ടും തയ്യാറാക്കാം. അപ്പോൾ ഇതൊരു ടർക്കിഷ് റെസിപ്പിയാണ്. നമ്മൾ ഇന്ത്യൻ റെസിപ്പി, അതായത് ഇന്ത്യൻ ഫ്ലേവറൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കാം. അതൊക്കെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളിയായിട്ടുള്ള പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ചിക്കൻ കബാബ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ കബാബ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ ചിക്കൻ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചിക്കൻ ബ്രസ്റ്റ് വെച്ച് തയ്യാറാക്കാം, അതല്ലെങ്കിൽ ചിക്കൻ തൈസ് വെച്ചിട്ട് തയ്യാറാക്കാം, അതല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ചിക്കൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ ബോണൊക്കെ റിമൂവ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഒരു ചിക്കൻ ഫുള്ളായിട്ട് എടുത്തിട്ട് അതിൻ്റെ ബോണൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ ചിക്കൻ തൈസ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ല ജ്യൂസി ആയിരിക്കും നമ്മുടെ കബാബ്. അപ്പോൾ ബ്രസ്റ്റ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ കൂടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യണം കേട്ടോ. ബട്ടർ ഉരുക്കിയതല്ല, ജസ്റ്റ് ചെറിയ തണവോട് കൂടിയുള്ള ബട്ടർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 3/4 കിലോ ചിക്കൻ. അപ്പോൾ ഈ സെയിം റെസിപ്പി നമുക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം, ബീഫ് വെച്ചിട്ടും ചെയ്യാം, മട്ടൺ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ അതിലൊരു മാറ്റമില്ല. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ചോപ്പറിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചാലും മതി. ഇത് രണ്ടും ഇല്ലാത്തവർ വളരെ നൈസാക്കിയിട്ട് കത്തി വെച്ചിട്ട് അരിയണം. പക്ഷെ അതിനേക്കാളും നല്ലത് മിക്സിയിലോ ചോപ്പറിലോ ചോപ്പ് ചെയ്യുന്നതാണ്, ഒന്ന് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്കൊരു 6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 6 പച്ചമുളകും കൂടെ ഒരുമിച്ച് ചേർത്തതിന് ശേഷമാണ് അരയ്ക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ സെപ്പറേറ്റ് അരച്ച് ചേർത്താലും മതിയാവും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം. പിന്നെ സാധാരണ രീതിയിൽ കബാബിൽ പച്ചമുളക് നമ്മൾ ചേർക്കാറില്ല, പക്ഷെ നമ്മളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് പച്ചമുളകും കൂടെ ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട്, അതായത് ചിക്കനും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കൊണ്ടുവരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് അങ്ങ് മഷി പോലെ അരയണ്ട, ചെറുതായിട്ട് ഒരു തരിതരിവ് ഉണ്ടായിരിക്കണം. അതേസമയം ഒരുപാട് വലിയ പീസസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മളത് കബാബായിട്ട് പിടിക്കുന്ന സമയത്ത് പീസസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു സവാള, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം. ഇപ്പോൾ റെഡ് ക്യാപ്സിക്കം നമ്മൾ സാധാരണ രീതിയിൽ ഈ കബാബ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ വൈറ്റ് സവാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം നമ്മുടെ കയ്യിലുള്ള ഏത് സവാള വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുത്തപ്പോൾ റെഡ് ക്യാപ്സിക്കം ഇല്ലെങ്കിൽ യെല്ലോ ക്യാപ്സിക്കം എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പച്ച ക്യാപ്സിക്കത്തിന്റെ വാസന വ്യത്യാസമാണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ പക്ഷെ ഇല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. പക്ഷെ പ്രോപ്പറായിട്ടുള്ള റെസിപ്പിയിൽ നമുക്ക് തന്നെ വേണം. ഇത് രണ്ടും വളരെ നൈസാക്കി അരിഞ്ഞെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോപ്പറിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഞാനിവിടെ ക്യാപ്സിക്കവും സവാളയും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് വലിയ പീസായിട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കബാബ് ചെയ്യുമ്പോൾ ഇതെല്ലാം തനിയെ മാറിപ്പോകും. അതുകൊണ്ട് ഇതുപോലെ ആക്കി എടുക്കണം, വളരെ നൈസാക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളം നമുക്കൊന്ന് അരിച്ച് കളയണം. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ കബാബ് ഭയങ്കരമായിട്ട് ലൂസായിട്ട് മാറും, നമുക്കങ്ങനെ പിടിക്കാൻ പറ്റില്ല. അപ്പം നമുക്കൊരു അരിപ്പയിൽ കൂടി ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട്. എനിക്ക് റെസിപ്പി കിട്ടിയിരിക്കുന്ന ഒരു പാകിസ്ഥാനി ചാനലിൽ നിന്നാണ്. അവരുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അവർ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാനിത് 2-3 പ്രാവശ്യം ഉണ്ടാക്കി നോക്കി എൻ്റെതായ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ്, അതായത് നമ്മൾ സ്പൈസ് ലെവലിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്, അത് നമുക്ക് കളയാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാഴ്സ്ലി ലീവ്സ് ആണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പാഴ്സ്ലി ലീവ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മല്ലിയില ചേർത്താലും മതി കേട്ടോ. വളരെ നൈസാക്കി അരിഞ്ഞിരിക്കുന്ന പാഴ്സ്ലി ലീവ്സ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒത്തന്റിക് രീതി ചെയ്യണമെങ്കിൽ എപ്പോഴും നമുക്ക് പാഴ്സ്ലി ലീവ്സ് തന്നെയാണ് നല്ലത്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചതച്ച മുളകാണ്. അപ്പോൾ ചതച്ച മുളകിന്റെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഞാനിപ്പോൾ ഇവിടെ 1.5 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പാപ്രിക്ക പൗഡർ ആണ്. പക്ഷേ നിങ്ങളുടെ ഇതിപ്പോൾ പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അത് നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കാരണം പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുള്ള കാരണം ഞാൻ ഇത് കുറവ് ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളക് ചേർത്തിട്ടില്ലെങ്കിൽ ഇതിന്റെ അളവ് നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം. അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡി ആയതിനു ശേഷം ഒരു ചെറിയ പീസ് മാത്രം എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക കബാബ്. എന്നിട്ട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണം ഉപ്പിന്റെ അളവ് തിട്ടപ്പെടുത്താൻ. കാരണം ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ശരിയായി വരില്ല. 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ആദ്യം ചേർത്ത് കൊടുത്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതില് ചിക്കൻ മൊത്തത്തിൽ ഇട്ടിട്ടുള്ള കാരണം ഈ ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കണേ.
പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് പുളിക്ക് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കാം. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞ ഒരു ടർക്കിഷ് റെസിപ്പി ആയതുകൊണ്ട് അവർ സുമാക് പൗഡർ എന്ന് പറഞ്ഞുള്ള ഒരു സംഭവമാണ് ഉപയോഗിക്കുന്നത്. അതായത് പുളിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സുമാക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പരമായിട്ട് നമ്മളെ പോമഗ്രാനേറ്റ് സീഡ്സിന്റെ പൗഡർ ഇല്ലേ, അനാറിന്റെ പൗഡർ, ഡ്രൈ അനാറിന്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. ഇതൊന്നും ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് 1 ടീസ്പൂൺ സുമക് പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒന്നുമില്ലെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യണേ. മിക്സിങ്ങിലാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പം മിക്സ് ചെയ്തിട്ട് നമുക്ക് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ അടച്ച് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ രാത്രി ഇത് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ പോർഷൻ ആദ്യം തന്നെ ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കുക. അതിനുശേഷം ടേസ്റ്റ് ചെയ്തിട്ട് എന്താണ് കുറവെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഉപ്പാണെങ്കിൽ ഉപ്പ്, എരിവാണെങ്കിൽ എരിവ്, അല്ലെങ്കിൽ പുളിയാണെങ്കിൽ പുളി നമ്മൾ ചേർത്ത് കൊടുക്കണം. ആദ്യമേ തന്നെ ഒരുപാട് എല്ലാം കൂടി ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഉപ്പില്ല പുളിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു ടർക്കിഷ് മോഡൽ കബാബ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിലിപ്പോൾ ഗരം മസാലയോ അതല്ലാന്നുണ്ടെങ്കിൽ ക്യൂമിൻ പൗഡർ ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഗരം മസാലയുടെ ഒക്കെ ആവശ്യം തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല പൗഡർ ഇടാട്ടോ. അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇനി വേറെ ഇതൊന്നും ചേർക്കുന്നില്ല. അപ്പൊ നമുക്കിത് അടച്ച് 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കട്ടെ. അതിനുശേഷം നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് കബാബ് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ വേണം. ഇപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് പലതരത്തിൽ സ്ക്യൂർ അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടില്ലേ, ഒരു കത്തീനെ പോലെയുള്ള ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിന്റെ ആണത്. അതിപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് ഇപ്പോൾ വഴി ഞാൻ കാണിച്ചു തരാം. ഇതും ആ വീഡിയോയിൽ അവർ കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാംബു സ്ക്യൂവേഴ്സ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നാട്ടിൽ ഇപ്പോൾ എന്ത് കുഞ്ഞു വടി ഒരുപോലുള്ള വടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല വണ്ണമുള്ള ഇറുക്കിലാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതൊരു 5 or 6 നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ഭാഗത്തും ഒരു സെല്ലോ ടേപ്പ് അങ്ങ് ഒട്ടിക്കുക. അപ്പോൾ അതിങ്ങനെ ഇരുന്നോളൂ, ഒരു വടിയുടെ പോലെ ഇരിക്കും. എന്നിട്ട് നമുക്കൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് നമുക്കതിനൊന്ന് കവർ ചെയ്യാം. അപ്പോൾ കബാബിന്റെ സ്ക്യൂർ പോലെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക അലുമിനിയം ഫോയിൽ നല്ലതല്ലല്ലോ. അപ്പൊ നമ്മൾ തീയിലേക്ക് അലുമിനിയം ഫോയിൽ എന്തായാലും ഒന്നും ആവുന്നില്ല. കാരണം ഇതിന്റെ മുകളിൽ കബാബ് വെക്കുമ്പോൾ കബാബിന്റെ മുകളിലെ തീ വരുന്നുള്ളൂ, അല്ലാതെ അലുമിനിയം ഫോയിൽ പ്രശ്നമല്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്ന് അത് വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത് പറ്റാത്തവർക്കും വേണ്ടി മാത്രം ഇങ്ങനെ കാണിച്ചു തരുന്നു മാത്രം. അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തും കൂടെ നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. അപ്പം ഇതിൻ്റെ തന്നെ തിക്നെസ് കൂടിയതുണ്ടാവും. എനിക്കിപ്പോൾ കിട്ടിയത് വളരെ തിന്നായിട്ടുള്ള ബാംബൂ സ്ക്യൂവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 4 എണ്ണം ഒക്കെ ഉപയോഗിച്ചാൽ മതിയാവും. ഇത് കണ്ടില്ലേ, ഇപ്പം ഇതുപോലെ നമ്മൾ വീതിയിലുള്ള പരന്നിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അലുമിനിയം ഫോയിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു അറ്റത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് മടക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇതിനെ അലുമിനിയം ഫോയിലോട്ട് അങ്ങ് കവർ ചെയ്യാം. ഇപ്പം ഇതൊന്നും ഇല്ലെങ്കിലും കുറച്ച് പീസ് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് കബാബ് ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ആ രീതിയിൽ ചെയ്യുമ്പോൾ ആ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നു എന്ന് മാത്രം. ഞാൻ ആ ലേഡി ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും കൂടെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണാത്തവർക്ക് കാണാൻ വേണ്ടി കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഇതുപോലെ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലാണ് നമ്മൾ കബാബ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 5 എണ്ണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിന് വേണ്ടിയുള്ള സാലഡ് എങ്ങനെ റെഡിയാക്കാൻ പറ്റും നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സലാഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. എത്ര സവാള വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. അപ്പോൾ ഞാൻ 2 മീഡിയം സവാള ഇവിടെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 ചെറിയ തക്കാളി, പക്ഷെ ഉള്ളിലത്തെ ആ കുരുവൊക്കെ മാറ്റിയിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ടുള്ള തക്കാളിയുടെ ചെറിയ പീസസ് ആയിട്ട് നുറുക്കിയിട്ടുള്ളതാണ്. അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നേരത്തെ കാണിച്ച പോലെ തന്നെ പാഴ്സ്ലി ലീവ്സ് ആണ്. നിങ്ങളുടെ അടുത്ത് പാഴ്സ്ലി ലീവ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ഉപയോഗിക്കണം? മല്ലിയുടെ ഇല ഉപയോഗിക്കാം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്ന സുമാക് പൗഡർ, അതായത് പുളിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ പോമഗ്രാനേറ്റിന്റെ പൗഡർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ ഇവരുടെ ഞാൻ പറഞ്ഞ പോലെ ട്രഡീഷണൽ രീതിയിൽ ഇതാണ് ഉപയോഗിക്കുന്നത്. 1.5 ടീസ്പൂൺ മുമ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പുളി അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റം വരുത്താം. അതിനൊരു നല്ലൊരു വാസനയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതങ്ങനെ നേരത്തെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിലേക്കൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവരുടെ ഈ സാലഡ് ഭയങ്കര ഇഷ്ടം. അവർ കുറച്ചും കൂടെ റെഡ് കളർ ഉള്ളിയാണ് ഉപയോഗിക്കാറുള്ളത്. കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളിലുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ദുബായിൽ വന്ന സമയത്ത് എനിക്ക് മല്ലിയുടെ ഇലയും പാഴ്സ്ലി ലീവ്സ് എപ്പോഴും തെറ്റുമായിരുന്നു. നമ്മൾ മല്ലിയുടെ ഇല വാങ്ങിക്കാൻ പോകുമ്പോൾ എടുത്തിട്ട് വരുന്നത് പാഴ്സ്ലി ലീവ്സാണ്. പിന്നെ കുറച്ച് നാൾ എടുത്തു അത് മനസ്സിലാക്കിയെടുക്കാം. പിന്നെ മണപ്പിച്ച് നോക്കി, പൊട്ടിച്ച് മണപ്പിച്ച് നോക്കും. പിന്നെ മനസ്സിലായി അതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ ഇത് കുറച്ചും കൂടി കട്ടുള്ള ലീഫാണ്. നമ്മുടെ മല്ലിയുടെ ഇല ഭയങ്കര സോഫ്റ്റ് അല്ലേ.
ഇത് പെട്ടെന്ന് വാടില്ല, കുറെ ദിവസം ഇരിക്കുമ്പോൾ പഴുത്ത് പോവുകയാണ് ചെയ്യുക. മല്ലിയുടെ ഇല ഒരുപാട് പെട്ടെന്ന് അങ്ങ് വാടിപ്പോവും, അതാണ് അതിന്റെ വ്യത്യാസം. വാസനയ്ക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാണ്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ കബാബ് ഉണ്ടാക്കാം. അതിനുവേണ്ടി അപ്പുറത്തെ അടുക്കളയിലോട്ട് പോവാട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം ചെറിയൊരു പോർഷൻ മാത്രം എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ, വെറുതെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട്. കാരണം ഇതിൽ രുചിച്ച് നോക്കിയിട്ട് വേണം ഇതിലെന്താ കുറവെന്ന് നമുക്ക് നോക്കാൻ. അതിനുശേഷം അതിലേക്ക് അത് കുറവുള്ളതൊക്കെ ചേർത്തതിന് ശേഷം ശരിക്കും ഉണ്ടാക്കിയെടുക്കാമേ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ ഉപ്പ് ഇച്ചിരി കുറവുണ്ടേ. അപ്പോൾ നമുക്ക് ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ആവാട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലോട്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടെ പുളി കുറവുണ്ട്. അപ്പോൾ സുമാക് പൗഡർ ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയെല്ലാം എരിവൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് തീരുമാനിച്ചോളൂ കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇടുന്ന സമയത്ത് അറിയില്ല, നമുക്ക് ഉണ്ടാക്കി നോക്കി ഇച്ചിരി കഴിച്ച് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ എന്തൊക്കെ കുറവുണ്ട്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ മാറ്റങ്ങൾ വരും. ഇപ്പം എനിക്ക് ഉള്ള എരിവോ അല്ലെങ്കിൽ പുളിയോ ഇഷ്ടമുള്ള പുളിയായിരിക്കില്ല നിങ്ങളുടെ ടേസ്റ്റിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ മാറ്റം വരും കേട്ടോ. ഇനി നമുക്ക് കബാബ് റെഡിയാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് കബാബ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അടുത്ത് കുറച്ച് തണുത്ത വെള്ളം വെക്കണേ, കാരണം കൈ മുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു കുറച്ച് പോർഷൻ, ഒരുപാട് തിക്കായിട്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല, കുറച്ച് പോർഷൻ എടുക്കുക. നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ക്യൂറില്ലേ, അതെടുത്തിട്ട് അതിലോട്ട് നമുക്ക് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അങ്ങ് വെക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ട് ഉണ്ടാക്കണ്ട. ചേട്ടൻ പറയും ഒരുപാട് തിക്കായി ഉണ്ടാക്കി കഴിഞ്ഞാൽ വേവാത്ത പോലെ സമയം എടുക്കും. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും കറക്റ്റായിട്ട് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുക. ടൈറ്റായിട്ട് വെക്കണേ. വെള്ളം ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്തോളൂ. അപ്പം ഇങ്ങനെ നിന്നോളും. അതിനുശേഷം നമ്മളുടെ വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യണം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു കബാബിൻ്റെ പുറത്തുനിന്ന് കിട്ടുന്ന കബാബിൻ്റെ ഷേപ്പ് പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഇതേപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിത് ഒന്നില്ലെങ്കിൽ ഗ്രില്ലുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഗ്രില്ലുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ അവനുണ്ടെങ്കിൽ ബേക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന തവയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇച്ചിരി മാത്രം എണ്ണ തടവിന് ശേഷം തിരിച്ചു മറിച്ചിട്ട് അങ്ങ് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് നമുക്ക് തവ ഓൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് തവ ചൂടാക്കാൻ വെക്കാം കേട്ടോ. ഞാനിത് വലിയ തവ വാങ്ങിച്ചതാ, എനിക്ക് നമ്മുടെ ഹോം വേയുടെ സെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഈ തവ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചു. ഇനി ദോശ ഉണ്ടാക്കി നോക്കണം, ഇതുവരെ ദോശ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് മീഡിയം ചൂടാവട്ടെ കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുതേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തോന്നും ശരിയായിട്ടുണ്ട്, പക്ഷെ ഉള്ളിലങ്ങ് കുക്ക് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് സമയം എടുത്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും എടുത്ത് തിരിച്ചും മറിച്ചങ്ങ് ചെയ്യണം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓവർ കുക്ക് ചെയ്താലും ചിക്കൻ ജ്യൂസി ആയിരിക്കില്ല, ഭയങ്കര ഡ്രൈ ആയി പോയി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊന്ന് ശ്രദ്ധിക്കാം. ഞാനിതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ നടുവിൽ മാത്രമേ ഞാൻ വെക്കണുള്ളൂ, പിന്നെ ചൂട് നടുവിൽ മാത്രം വരുള്ളൂ. ശരി, ഞാനിവിടെ വെച്ച് കൊടുക്കുകയാണ്. 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തിരിച്ചിടണം കേട്ടോ. കുറച്ച് ഓയിലൊന്ന് ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തിരിച്ചിടാം. കൈ സൂക്ഷിക്കണേ. ഇരുമ്പലൊന്നും ചൂടായിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ചിക്കനിൽ മാത്രമേ ഇത് മുട്ടുന്നുള്ളൂ. ഇതും 2 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു മറിച്ചിട്ട് അങ്ങനെ ഒരു 8 മിനിറ്റോളൊക്കെ വേണ്ടി വരും. ഏകദേശം റെഡി ആവാറായിട്ടുണ്ട് കേട്ടോ. തിരിച്ചു മറിച്ച് നല്ലൊരു കളർ വരണം. ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ തന്നെ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ ഈ സൈഡൊന്ന് പിടിക്കണേ. അപ്പോഴാണ് ആ സൈഡൊന്ന് കറക്റ്റായിട്ട് കുക്കാവുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഏകദേശം ആവാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ ആകെ ഡ്രൈ ആവും. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീഫും മട്ടനൊക്കെയാണ് കൂടുതൽ നല്ലത് ഈ കബാബ് ഉണ്ടാക്കുമ്പോൾ ചിക്കനേക്കാളും. പിന്നെ ചിക്കൻ കബാബ് ഉണ്ടാക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ട് തൈൻ്റെ ഭാഗമാണ് ഏറ്റവും ജ്യൂസി ആയിട്ടുള്ളത്. അത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതെടുത്ത് മാറ്റാം. ഇതിൽ നിന്ന് നമുക്ക് ഊരി മാറ്റാം. ചൂടുണ്ടാവും, ചൂടോടുകൂടി തന്നെ നമുക്കിത് ഇതിൽ നിന്ന് ഊരണം കേട്ടോ.
അപ്പം ഇത്രയുള്ള പരിപാടി. അങ്ങനെ നമ്മുടെ സ്ക്യൂർ ഊരിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ കബാബ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾ സ്പൈസ് ലെവലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാൻ പറഞ്ഞ പോലെ ഗരം മസാലയോ ക്യുമിൻ പൗഡറൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അതും ഇടാം. ഇതിപ്പോൾ ടർക്കിഷ് റെസിപ്പിയാണ്. നമ്മൾ ഇന്ത്യൻ റെസിപ്പി അല്ലെങ്കിൽ പാകിസ്ഥാനി റെസിപ്പിയൊക്കെ വരുമ്പോഴാണ് മറ്റേ ഗരം മസാലയുടെ സംഭവങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിട്ടുണ്ട്. കാരണം ചൂടോട് കൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇപ്പോൾ ചേട്ടനൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കുള്ളൂ. 6 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 4 കൂടെയുള്ള ഉണ്ടാവും ബാക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ ഓപ്പൺ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ചൂടോട് കൂടി ഓപ്പൺ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ജ്യൂസി ഫീൽ നിങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ ഇനി ഫോട്ടോ കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും ഫോട്ടോ എടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മുടെ കബാബ് ഞാൻ ഫോട്ടോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം. നല്ല ജ്യൂസിയാണ്. എല്ലാ ഭാഗത്തും നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള കബാബ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളിയായിട്ടുള്ള പെരുന്നാൾ ആശംസിക്കുന്നു. അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്